എല്ലാവർക്കും നമസ്കാരം. വൺ ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ആദ്യം തന്നെ ഉത്രാട ദിനാശംസകൾ അറിയിക്കുകയാണ്. നമുക്കറിയാം, ഓണം എന്ന് പറയുമ്പോൾ തന്നെ ഓണത്തിൻ്റെ മെയിൻ ദിവസങ്ങളാണ് ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പിന്നെ ആഘോഷങ്ങൾ അങ്ങ് നീണ്ടു കിടക്കുകയാണ് അല്ലേ. പക്ഷേ ഈ ഓണാഘോഷത്തിൻ്റെയൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു ഭാഗം എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഓണം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വരുന്ന കാര്യമാണ് ഓണസദ്യ. വിഭവസമൃദ്ധമായ ഇലയിൽ അത്രയും കൂട്ടം കറികളൊക്കെ വെച്ച് പായസമൊക്കെ ആയിട്ട് സദ്യ ഉണ്ടെന്ന് പറയുന്നത് എല്ലാ മലയാളികളുടെയും സ്വപ്നമാണ്. അല്ലെങ്കിൽ എല്ലാ മലയാളികളും ഓണം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും അങ്ങനെ ഒരു സദ്യ ഉണ്ടാൻ വേണ്ടി. പലപ്പോഴും നമ്മൾ സദ്യ ഉണ്ണാറുണ്ട്, പക്ഷെ സ്റ്റിൽ ഓണത്തിൻ്റെ സമയത്തും ഉത്രാടം, തിരുവോണം, അവിട്ടം ആ ദിവസങ്ങളിൽ സദ്യ ഉണ്ണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ അതൊന്ന് വേറെ തന്നെയായിരിക്കും. അപ്പം ഓണം പ്രമാണിച്ച് ഉത്രാടം, തിരുവോണം, അവിട്ടം ദിനത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാം തന്നെയാണ് ഓണ വിഭവങ്ങൾ. ഞങ്ങൾ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. വീട്ടിലിരുന്ന് സദ്യ കഴിക്കാം, അല്ലെങ്കിൽ സദ്യ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതിനെ പറ്റിയൊക്കെ ചെറിയൊരു നോട്ട് അല്ലെങ്കിൽ ചെറിയ ടിപ്പ് തരാൻ പോവാണ്. അപ്പോൾ ഇന്ന് ഉത്രാട ദിനം ആയതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള 2 റെസിപ്പീസാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. മറ്റെവിടുന്നുമല്ല, നമ്മുടെ ക്രൗൺ പ്ലാസയിലുള്ള ട്രിലോജി റെസ്റ്റോറൻറ്റിലാണ് ഇന്ന് ഉത്രാട ദിനമായിട്ട് നമ്മളുള്ളത്. നമുക്ക് എന്തൊക്കെയാണ് അവിടുത്തെ ഷെഫ് നമുക്ക് വേണ്ടി ഇന്ന് പ്രിപ്പയർ ചെയ്ത് തരാൻ പോകുന്ന ഉത്രാട ദിന സ്പെഷ്യൽ ഡിഷസ്. ലെറ്റ്സ് സീ. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് ഉത്രാട ദിനം സ്പെഷ്യലായിട്ട് എന്താണ് നമ്മുടെ ഷെഫ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരാൻ പോകുന്ന ആ ഒരു റെസിപ്പി നോക്കാം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഷെഫിനെ പരിചയപ്പെടേണ്ടത് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഷെഫ്, ആദ്യം തന്നെ ഓണാശംസകൾ, എസ്പെഷ്യലി ഉത്രാട ദിനാശംസകൾ. ഇന്ന് നമ്മൾ ഉത്രാടമാണ്, അപ്പം നമുക്കറിയാം ഓണം ആയിട്ടുള്ള പ്രിപ്പറേഷനും പിന്നെ ഉത്രാടത്തിന് സ്പെഷ്യൽ ഒരു സദ്യയും കൂടി ഉണ്ടാവും അല്ലേ. ഇന്ന് നമ്മൾ എന്താണ് ഉത്രാടത്തിന്റെ ആ ഒരു സ്പെഷ്യൽ ആയിട്ട്? ഉത്രാട ദിനത്തിൽ എല്ലാം തലേദിവസം ഉണ്ടാക്കി വെക്കുന്ന കറികൾ, തൊടുകറികൾ, അച്ചാറുകൾ, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ തൊടുകറികളാണ് ഉണ്ടാക്കുന്നത്. ഒരു അച്ചാർ, ഒരു പുളിയിഞ്ചി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അച്ചാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഏതൊരു സദ്യ ആണെങ്കിലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അച്ചാർ. അതുപോലെ തന്നെ തൊടുകറി. ഈ തൊടുകറി നമ്മൾ ഏതാണ് ഉണ്ടാക്കുന്നത്? ഇന്ന് തൊടുകറി പുളിയിഞ്ചി. പുളിയിഞ്ചി എന്ന് പറയുന്നത് എന്താ പറയാ, ഇഞ്ചിപ്പുളി എന്നൊക്കെ പറയും. ഇഞ്ചിപ്പുളി, പുളിയിഞ്ചി, അങ്ങനെ പല പല പേരിൽ അറിയപ്പെടും. എനിക്ക് തോന്നുന്നു ഒരു 90% ആൾക്കാർക്കും ഇഷ്ടമുള്ള ഒരു ഡിഷാണ് ഈ പുളിയിഞ്ചി. അല്ലെങ്കിൽ പുളിയിഞ്ചി നമ്മുടെ കൊച്ചി ഭാഗങ്ങളിലും ഇവിടുന്ന് വടക്കോട്ട് തൃശ്ശൂർ ഭാഗങ്ങളിലെ പുളിയിഞ്ചി കൂടുതലും, ഇവിടുന്ന് കോട്ടയം സൈഡിലേക്ക് പോകുമ്പോൾ ഇഞ്ചി കറിയായിട്ട് മാറും. ഓക്കെ. അതിന് മുമ്പ് ഒന്ന് ചോദിച്ചോട്ടെ, ഷെഫിന്റെ പേരെന്താണ്? റെജിമോൻ. നാട്ടിലെവിടെയാണ്? നാട്ടിലെ വൈക്കം, വെച്ചൂർ അടുത്ത്. വൈക്കം. അപ്പൊ നിങ്ങളുടെ നാട്ടിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള സംഭവമാണോ ഈ പുളി? അത് ഇഞ്ചി കറിയാണ് അവിടെ കൂടുതലായിട്ട് ഫേമസ് ആയിട്ടുള്ളത്. കൊച്ചി ഭാഗത്ത്, തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെയാണ് പുളി ഇഞ്ചി കൂടുതലായിട്ടും. ഇപ്പൊ നമ്മളിവിടെ സദ്യക്ക് പുളിയിഞ്ചിയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അച്ചാറാണോ അതോ ഈ പുളിയിഞ്ചിയാണ്? പുളിയിഞ്ചിയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഉത്രാട ദിന സ്പെഷ്യൽ പുളിയിഞ്ചി എങ്ങനെയാണ് നമ്മുടെ ഷെഫ് പ്രിപ്പയർ ചെയ്ത് തരാൻ പോകുന്നതെന്ന്. ഓക്കെ, നമുക്ക് ആദ്യം വേണ്ട നമ്മൾ ഇഞ്ചി നീരാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇഞ്ചി ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ പുളി നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് പിഴിഞ്ഞ് എടുത്ത്, ചൂടുവെള്ളത്തിൽ ഇടുമ്പോൾ കുറച്ചുകൂടി നല്ല ഇത് കിട്ടും, കൊഴുപ്പ്. ഞാൻ ചോദിക്കട്ടെ, ഡൗട്ട്, ഇത് ചോപ്പ് ചെയ്തിട്ടുള്ളതും വേണം, അതുപോലെ ജ്യൂസ് വേണ്ട. ഇത് ഇച്ചിരി എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇതിപ്പോ ഇതിലും എടുക്കാം, പക്ഷെ ഇത് എടുക്കുമ്പോൾ ആ ഒരു ഫ്ലേവർ നമുക്ക് കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇത് ശർക്കര പാവ് കാച്ചിയത്, ശർക്കര ആ മധുരത്തിന് വേണ്ടിയിട്ട്. നമുക്ക് അതിന് സ്റ്റാർട്ട് ചെയ്യാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. അപ്പം പുളിയിഞ്ചി ഉണ്ടാക്കാനുള്ള ഓൾമോസ്റ്റ് എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി ചോപ്പ് ചെയ്തിട്ടുണ്ട്, ഇഞ്ചിയുടെ ജ്യൂസും സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്യണം. ഓക്കെ, ആദ്യം ഇഞ്ചിയുടെ നീര് നമ്മൾ വലിയ ബൗളിലേക്ക് ഒഴിച്ചു. പിന്നെ പുളി. അപ്പോൾ ഷെഫ് പറഞ്ഞു തന്ന ഒരു കാര്യം, നമ്മൾ സാധാരണ പുളി കലക്കി വെക്കാറുണ്ട്. ഇപ്പം വേറെ ഏതെങ്കിലും കറികൾക്കാണെങ്കിൽ തന്നെ ഈ പുളി നന്നായിട്ട് കലക്കി വെക്കാറുണ്ട്. പക്ഷേ ചൂടുവെള്ളത്തിലാണ് നമ്മളിത് കലക്കി വെക്കുന്നതെങ്കിൽ കുറച്ചും കൂടി കൊഴുപ്പ് കൂടിയിട്ടുള്ളത് നമുക്ക് കിട്ടുന്ന പറയുന്നത്. അപ്പോൾ നമ്മൾ പുളിയിഞ്ചിക്ക് വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിലാണ് നന്നായിട്ട് കലക്കി വെച്ചിട്ടുള്ളത്, കൊഴുപ്പാവാൻ വേണ്ടി. പിന്നെ നമ്മൾ ശർക്കര അത് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഓക്കെ, നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഉടച്ചിട്ട് മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഓക്കെ, അത് ലൈക്ക് നമ്മൾ ഈ എടുത്ത സൊല്യൂഷൻ്റെ ആ ഒരു റേഷ്യോയ്ക്ക് അനുസരിച്ച്. ഓക്കെ, മഞ്ഞൾപ്പൊടിയെ നമ്മൾ ആഡ് ചെയ്തു. ആൻഡ് ദെൻ മുളക് പൊടി, എരിവിന് വേണ്ടിയിട്ട്. ഓക്കെ, പാകത്തിന് ഉപ്പ്. ഓക്കെ, കുറച്ചുകൂടി ഒന്ന് ലൂസ് ആക്കണം, വെള്ളം ഒഴിക്കാം. നമ്മൾ ഇപ്പോൾ ലൈക്ക് ആരും സ്റ്റെപ്സ് മറന്നു പോകണ്ട. നമ്മൾ ആദ്യം ഇഞ്ചിയുടെ ജ്യൂസാണ് ഈ ബൗളിലേക്ക് ആഡ് ചെയ്തത്.
ആൻഡ് ദെൻ നമ്മൾ കലക്കി വെച്ച ആ പുളി ആഡ് ചെയ്തു. പിന്നെ ശർക്കരയുടെ പാവ് ആക്കി വെച്ച അതും ആഡ് ചെയ്തു. അതിനുശേഷം പാകത്തിന് മഞ്ഞളും മുളക് പൊടിയും ഇട്ടിട്ട് ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ഗ്യാസിൽ അടുപ്പിൽ വെച്ച് വറ്റിച്ചെടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മളിത് നമ്മുടെ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇതിന്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസം അതിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ മുളക് പൊടി ചേർക്കാന്നുള്ളത് എരിവ്. അല്ലാതെ മഞ്ഞൾപ്പൊടിക്ക് പ്രത്യേക റോളൊന്നുമില്ല. ആ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിവെൻഷൻ. അതെ 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 അതെ. പിന്നെ മുളക് പൊടി ആണെങ്കിൽ ഇപ്പൊ 2 ടൈപ്പ് ഓഫ് മുളക് പൊടി ഉണ്ടല്ലോ, കാശ്മീരി പിന്നെ നോർമൽ അങ്ങനെയുണ്ട്. അപ്പൊ അതിനകത്ത് ഏത് മുളക് പൊടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? നമ്മൾ എരിവ് കൂടുതലാകുമ്പോഴത്തേക്ക് നാടൻ മുളക്, എരിവ് കുറച്ച് മതിയെങ്കിൽ കാശ്മീരി ചില്ലി. ഓക്കെ. ഈ പുളി എന്ന് പറയുമ്പോൾ ഒരു സ്വീറ്റ് ആൻഡ് സവർ ടേസ്റ്റിലാണ്. മധുരവും പുളിയും കൂടി ഇതുള്ളതല്ല. പിന്നെ അതിന് ഇച്ചിരി എരിവ്, ഇഞ്ചിക്കും ഉണ്ട് എരിവ്. പിന്നെ മുളക് പൊടി ഉണ്ട്, കുറച്ച് പച്ചമുളകൊക്കെ ചേർക്കുന്നുണ്ട്. ഓക്കെ. നമുക്ക് മലയാളികൾക്ക് പൊതുവെ ഇഷ്ടമുള്ള ഒരു ടേസ്റ്റ് ആണ് പുളിയും മധുരവും കൂടെ മിക്സ് ചെയ്ത് വരുന്നത്. ഇപ്പം പുളിയിഞ്ചി മാത്രമല്ല, നമ്മളിപ്പം ലസ്സി ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ഒക്കെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ ചില ആൾക്കാർ ഇതിലത്ത് മധുരവും ഉപ്പും കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നവരുണ്ട്. അതുപോലെ ഒരു മിക്സഡ് ഫ്ലേവർ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമ്മൾ മലയാളികൾ. അതുകൊണ്ട് തന്നെ പുളിയിഞ്ചി ഇഷ്ടപ്പെടാത്തത് വളരെ കുറവ് ആളുകൾക്കാണ്. സദ്യക്ക് പുളിയിഞ്ചിയൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ച് കഴിക്കുന്നത് ഞാൻ പല ആളുകളെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും തിരുവോണ സദ്യക്കാണെങ്കിലും ഇനി അതിന് ശേഷമുള്ള അവിട്ടം, ചതയം ആ ദിവസങ്ങളിലൊക്കെ ആണെങ്കിലും നമുക്ക് പ്രിപ്പയർ ചെയ്താൽ വെക്കാൻ പറ്റിയ ഏറ്റവും ഡെലിഷ്യസ് ആയിട്ടുള്ള ഒരു തൊടുകറി തന്നെയാണ്. മാസങ്ങളോളം ഇരിക്കും നമ്മൾ വീട്ടിലുണ്ടാക്കി വെച്ച് ചീത്തയാകത്തില്ല. പുളിയും ഈ ശർക്കരയും തന്നെ ഒരു പ്രിസർവേറ്റീവ് ആണ്. അതിൽ തന്നെ ഇത് സൂക്ഷിച്ചിരുന്നു. അതെ, അത് ലൈക്ക് ഒരാഴ്ചയൊന്നും അല്ല, ലൈക്ക് നമുക്ക് 2 വീക്സ് കൂടുതൽ നമുക്കത് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മള് ഒരു പകുതി ഓണത്തിന് പകുതി ആവുന്നതിന് മുമ്പ് തന്നെ ഇത് അടിച്ച് പരടിക്കകത്ത് കീപ്പ് ചെയ്ത് വെക്കാം. കേടാകത്തില്ല. അപ്പൊ ഇരിക്കും തോറും അതിന്റെ ടേസ്റ്റ് കൂടി വരും. അപ്പോൾ പുളിയിഞ്ചി ഉണ്ടാക്കുന്ന ആൾക്കാർ കുറച്ച് കൂടുതൽ അളവിൽ ആ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് വെക്കുകയാണെങ്കിൽ ഓണം കഴിഞ്ഞും ഓണത്തിൻ്റെ ആ ഒരു ഫ്ലേവർ വിട്ട് മാറാതെ നിങ്ങൾക്ക് ദിവസം വീട്ടിൽ ഇരുന്നും സദ്യ കഴിക്കാന്നാണ് അർത്ഥം. കാരണം പുളിയും മധുരം കൂടി ആയതുകൊണ്ട് പ്രിസർവേറ്റീവ് ആണ് നമ്മുടെ ഷെഫ് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കേട് വരില്ല. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു നിയർലി 1 മന്തോളം ഇരിക്കും അല്ലേ? അതിൽ കൂടുതലിരിക്കും, കുഴപ്പമൊന്നുമില്ല. ഫ്രിഡ്ജിൽ വെക്കാം, നോർമലായിട്ടും വെക്കാം. നമ്മൾ എടുക്കണ രീതിയിൽ പോലെ ഇരിക്കും. എടുക്കണ രീതിയിൽ തവിയൊക്കെ ഒന്ന് ഗ്യാസ് സ്റ്റവിൽ ചൂടാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ കേടുകൂടാതെ എടുക്കാം. എന്നിട്ട് അതുപോലെ കവർ ചെയ്ത് നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും. എന്തോരം ഐസ്. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി. നമുക്കിതിലേക്ക് കലക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ചൂടായ പാനിലേക്ക് നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന ആ ഒരു സൊല്യൂഷൻ മിക്സ്ചർ ആഡ് ചെയ്തിരിക്കുകയാണ്. അവിടെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇപ്പൊ ഇതിനൊരു റെഡിഷ് കളറാണ് അല്ലേ? ആ മുളക് പൊടിയുടെ ചൂടായ പാനിലേക്ക് നമ്മൾ ഈ സൊല്യൂഷൻ ഒഴിച്ചു. എന്നിട്ട് ചെറിയ ചൂടിൽ വേണം നമ്മളിത് വറ്റിച്ചെടുക്കാൻ. ആ സമയത്ത് ഇതിന്റെ കളർ ഒരു റെഡിഷ് കളർ ടേൺ ചെയ്ത് ഒരു ബ്രൗണിഷ് ബ്ലാക്ക് ആയിട്ട് വരും എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഇത് ഇപ്പം ഇതിൽ നിന്ന് ചെറിയൊരു പുക ഒരു ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മളത് നന്നായിട്ട് ഓക്കെ. അപ്പം അതിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചൂടാക്കുന്നത് അല്ലേ? ആ ഒരു പച്ച മണം, ഇഞ്ചിയുടെ പച്ചപ്പ്, അതുപോലെ പുളിയുടെ ആ ഒരു പച്ചപ്പൊക്കെ മാറി ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് പച്ചപ്പ് മാറി പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന പാകത്തിലാക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് ചെറിയ ചൂടിൽ വെച്ച് വറ്റിച്ചെടുക്കുന്നത്. ഷെഫ് എത്ര കാലമായി ഇപ്പം ഒരു 22-23 വർഷം ഈ ഒരു പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്യുന്നത്? ക്രൗൺ പ്ലാസയിൽ എത്രയായി? ക്രൗൺ പ്ലാസയിൽ ഇപ്പം 3 വർഷം കഴിഞ്ഞു. ഇവിടെ ത്രിലോജി കേരള റെസ്റ്റോറന്റ് ഇൻചാർജ് ആണ്. ഓക്കെ. ഇവിടെ മെയിൻലി ഓണത്തിന് സദ്യയൊക്കെ നിങ്ങൾക്ക്? ഓണത്തിന് സദ്യ ഉണ്ട്. ഞങ്ങള് കഴിഞ്ഞ വർഷമൊക്കെ ചെയ്തിരുന്ന ഓണത്തിന്റെ അന്ന് മാത്രം സദ്യയാണ്. ഇപ്പൊ ഞങ്ങൾ ഒരാഴ്ച മുമ്പ് സദ്യ തുടങ്ങുകയാണ്. ഏത് ദിവസം മുതലാണ് നിങ്ങൾ? ഉത്രാടത്തിന് മുന്നേ തുടങ്ങും? ഒരു 14-ാം തീയതി ഓണം, ഒരു 7-ാം തീയതി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഒരാഴ്ച വീക്കെൻഡ് ആയിട്ട്. അത് ഞങ്ങളൊരു വേറെ കമ്പനിയായിട്ട് അലയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ട് അവരുടെ ഇതിൽ കൂപ്പണിൽ അവർ ഒരാഴ്ച മുമ്പേ തുടങ്ങുക. അപ്പോൾ അവർ വ്യൂസിനെ വിട്ടുകൊണ്ടിരിക്കും. പക്ഷേ ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ, ഈ ക്രൗൺ പ്ലാസ പോലെയുള്ള ഇത്രയും വലിയൊരു ഹോട്ടലിൽ മലയാളികൾ മാത്രം ആയിരിക്കില്ലല്ലോ ഭക്ഷണം കഴിക്കാൻ വരുന്നത്. അപ്പോൾ ഈ ഓണ സദ്യയൊക്കെ ചോദിച്ചിട്ട് ഫോറിനേഴ്സ് വരാറുണ്ട്. അവർക്ക് ഇത്തരം കറികൾ ഒരു ഇലയിൽ കൂട്ടി കഴിക്കാൻ അവർക്കൊരു അവരെ സംബന്ധിച്ച് ഗ്രീൻ കളർ ഒരു ബനാന ലീഫിൽ അല്ലെങ്കിൽ നമ്മുടെ വാഴയിലയിൽ സദ്യ പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട്
ഈ കറിയൊക്കെ വിളമ്പുമ്പോൾ അവരുടെ കണ്ണിലുണ്ടാവുന്ന ഒരു ആങ്സൈറ്റി ആ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഇത്രയും നമുക്ക് കഴിക്കാനാണോ ആ ഒരു ചിന്താഗതിയിലാണ് അവർ വന്ന് ഇരുന്ന് കഴിക്കുന്നത്. അപ്പം നമുക്കറിയാം നമ്മൾ മലയാളികൾക്ക് കുറച്ച് എരിവ് അല്ലെങ്കിൽ കുറച്ച് പുളി ഒക്കെ കൂടുതൽ സഹിക്കാനായിട്ട് തയ്യാറോ ഒരു ദിവസത്തേക്കുള്ള എന്താണ് അതിന്റെ ഒതന്റിക് ഫ്ലേവർ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കൂടുതലും ഫോറിനേഴ്സ് ഒക്കെ വരാറുണ്ട്. അവർ ഡെയിലി കഴിക്കുന്നില്ല പോലും ഒരു ഗ്രൂപ്പ് ഒക്കെ ആയിട്ടാണ് നമുക്ക് സദ്യ നേരത്തെ ഓർഡർ വരും. അവർ ഗ്രൂപ്പായിട്ട് വന്നിട്ട് മെയിൻലി കമ്പനീസ് ഒക്കെ ആയിരിക്കും അല്ലെ ഒന്നിച്ച് ഒരു ഗെറ്റ് ടുഗെദർ പോലെയൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഇൻഫർമേഷനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ക്രൗൺ പ്ലാസയിൽ നമുക്ക് ഓണം പ്രമാണിച്ച് 1 വീക്ക് മുന്നേ ആണ് സദ്യ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതും എത്ര കൂട്ടമാണ് ഫുഡ് കറികളൊക്കെ? 22 കൂട്ടം കറികളുള്ള വലിയ ഒരു ഇൻക്ലൂഡിങ് 3 ടൈപ്സ് ഓഫ് പായസം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു നല്ല കെങ്കേമൻ സദ്യ തന്നെയായിരിക്കും ക്രൗൺ പ്ലാസ ഈ പ്രാവശ്യത്തെ ഓണത്തിന് നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഓണസദ്യ മിസ് ചെയ്യുകയാണെങ്കിൽ അല്ലേ 1 വീക്കോളം ഇവിടെ ഉണ്ട്. ഇവിടെ വന്ന് നമുക്ക് സദ്യ കഴിക്കാം. നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ ഓണത്തിനല്ലേ പോലെ എനി ടൈം വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ സദ്യ റെഡിയാക്കുന്നത് 24 hours മുമ്പ് റെഡിയാക്കണം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പിന്നെ ഇപ്പോൾ ടേക്ക് അവേ ഹോം ഡെലിവറി ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു 24 മണിക്കൂർ മുമ്പ് തരുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് വീട്ടിൽ സെർവ് ചെയ്യാനുണ്ട്, എത്തിക്കാറുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ അതിനുള്ള ഇത് ഞങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഓൾറൈറ്റ്. അപ്പോൾ ഏത് ടൈപ്പിൽ വേണമെങ്കിലും നമ്മളെ സെർവ് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ആ ഒരു ടീം തന്നെ റെഡിയാണ്. അപ്പോൾ ഓണത്തിന് മാത്രമല്ല അല്ലാതെയും അവർ കൊടുക്കുന്നുണ്ട്, സദ്യ കൊടുക്കുന്നുണ്ട്. ക്രൗൺ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ട്. കേരള ട്രഡീഷണൽ ഫുഡിന് വേണ്ടി മാത്രം ഞങ്ങൾ എന്ത് ഫുഡ് വേണമെങ്കിലും ഞങ്ങൾ ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട്. ഓക്കെ, നൈസ്. ഓക്കെ, ഹോം ഡെലിവറി കൂടി ഇവിടെ അവൈലബിൾ ആണ്, അതും സദ്യക്ക്. അതൊക്കെ ഒരു വലിയ കാര്യമാണ്. കാരണം പാർട്ടീസ് അല്ലെങ്കിൽ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ആ സമയത്തൊക്കെ നമുക്ക് സദ്യ പ്രിപ്പയർ ചെയ്യാൻ ഒട്ടും വിഷമിക്കേണ്ട. നമ്മൾ ക്രൗൺ പ്ലാസയിൽ വിളിച്ച് 24 hours മുന്നേ ഒന്ന് ഓർഡർ ചെയ്താൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ സദ്യ വീട്ടിലെത്തും. ആൻഡ് ദാറ്റ് വിൽ ബി എ ഡെലീഷ്യസ് സദ്യ ആയിരിക്കും. നമ്മളുടെ ഈ സൊല്യൂഷൻ ഇപ്പോൾ ഓൾമോസ്റ്റ് തിളച്ച് നല്ല ആവി വരുന്നുണ്ട്. ഇതിപ്പോ പുളിയും മധുരമൊക്കെ ഇത് റെഡ്യൂസ് ആയി വരുമ്പോഴത്തേക്ക് അതിന്റെ ബാലൻസിങ് അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ചേർത്തിട്ടുണ്ട്. എന്തെങ്കിലും പോരാഴിയുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചേർക്കാം. അത് കൂടുതലായിട്ട് പുളിയൊന്നും ചേർക്കണ്ട, ശർക്കരയുടെ ഒരു അളവ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ. നമ്മൾ തിളച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് ചെറുത് ടേസ്റ്റ് ചെയ്യും. ഓക്കെ, അതൊന്ന് കുറുകണം അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നന്നായിട്ട് കുറുകി കൂടെ വരണം, എന്നാലേ അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആവുള്ളൂ. പിന്നെ നമുക്ക് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഏത് സാധനമാണോ അളവ് കുറവുള്ളത് അത് നമുക്ക് ആവശ്യാനുസരണം ആഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും അത് അവിടെ ഇരുന്ന് ഒന്ന് തിളച്ച് കുറുകി വറ്റി കളറൊക്കെ ശരിയായി വരുമ്പോഴത്തേക്കും നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. സീ യു ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. നമ്മളങ്ങനെ ബ്രേക്കൊക്കെ എടുത്ത് തിരിച്ച് വന്നപ്പോഴത്തേക്കും നമ്മളുടെ ഈ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു ബേസിക് ഇൻഗ്രീഡിയൻ്റ് എല്ലാം കൂടി തിളച്ച് കുറുകി നല്ല തിക്ക് പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് അല്ലേ? ഇപ്പം നമ്മുടെ പുളിയിഞ്ചിയുടെ ആ കളറിൻ്റെ, അതായത് നമ്മൾ ആദ്യം ഈ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ റെഡ് കളർ ആയിരുന്നല്ലോ, അതിപ്പം കുറുകി വന്നപ്പോഴത്തേക്കും ശരിക്കും ആ പുളിയിഞ്ചിയുടെ ഒരു ബ്രൗണിഷ് കളറൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒന്ന് കുറുകി നല്ലൊരു തിക്ക് വോളിയം ആയിട്ട് മാറിക്കഴിഞ്ഞു. കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഷെഫിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കൂടുതലാവില്ല, കുറവ് എന്തെങ്കിലും ഉണ്ടോ അതും ചാൻസ് ഇല്ല, എന്നാലും നോക്കാം. എങ്ങനെയുണ്ട്? പൊടിക്ക് അധികം നമ്മൾ ചേർത്തില്ല, നമ്മളെന്താ വെള്ളം പറ്റി വരുമ്പോഴത്തേക്ക് ചേർത്തിരിക്കാൻ എന്താ ഡബിൾ ആവും. അതുകൊണ്ട് ഉപ്പ് കൂടി കഴിഞ്ഞാൽ കുറക്കാൻ പാടില്ല. യെസ്. അപ്പൊ എന്തായാലും അതെ, കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഉപ്പ് ആഡ് ചെയ്യാം, പക്ഷെ കൂടി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇഞ്ചി ചോപ്പ് ചെയ്തത് വറുത്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഒരു ബേസിക് കാര്യം. അത് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനുള്ളത് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി നീര് ചേർത്തുകൊണ്ട് ഇപ്പൊ തന്നെ ഒരു ഇഞ്ചിയുടെ ഫ്ലേവർ ഒക്കെ ഉണ്ട്. അതുകൂടി ഇടുമ്പോൾ ഡബിൾ ഫീലിങ്സ്. ഓക്കെ ഓക്കെ. ഒരു വേറൊരു പാനും കൂടി എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. ഓക്കെ, നമ്മൾ ഈ വറുത്തിടാൻ വേണ്ടി അല്ലേ? ഇതിൽ വെളിച്ചെണ്ണ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ? ശരി. ഇപ്പോൾ ഒരു പാൻ ചൂടാക്കി ആ ചൂടായ പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഇപ്പം ആദ്യം ആഡ് ചെയ്തിരിക്കുന്ന വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം ആദ്യം നമ്മൾ ആഡ് ചെയ്യുന്നത് എന്തുവാ? കടുക്. അപ്പം നമ്മൾ ആദ്യം ഇടാൻ പോകുന്നത് കടുകാണ് അല്ലേ? എത്രയാണ്? 1/2 സ്പൂൺ കടുക് ഞാൻ ഇടട്ടെ. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കടുക് മതിയോ?
കടുക് ഓരോന്നെ പൊട്ടി വരുന്നുണ്ട്. നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഉഴുന്നുപരിപ്പ് ഇടുക എന്നുള്ളതാണ്. നമ്മൾ എന്തിനാണ് നോർമലി ഈ ഉഴുന്നുപരിപ്പ് ആഡ് ചെയ്യുന്നത്? അത് ഇഞ്ചിപ്പുള്ളിയുടെ ഒരു ഫ്ലേവർ ആണത്. ഇഞ്ചി കറിക്ക് ഇടത്തില്ല. പക്ഷെ അതങ്ങനെ കടിക്കില്ലേ? കടിക്കും, അതൊരു ടേസ്റ്റ് ആണ്. അതിന് വേണ്ടിയിട്ടാണ്. അതിന്റെ ഒരു ഫ്ലേവർ നല്ലോണം ഒരു 1/2 സ്പൂണാണോ? ഒരു മാസ്മരിക ഫ്ലേവർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അര സ്പൂൺ. ഓക്കെ. നമ്മള് ഗട്ടറിൽ കൂടി സൈക്കിൾ ഓടിക്കാനൊക്കെ പാടല്ലേ, എന്ന് പറയണല്ല. ഇത് കഴിക്കുമ്പോൾ കടിച്ചു കഴിഞ്ഞാൽ അതെ, കൂടുതൽ കടിച്ച ആ ടേസ്റ്റ് പോകും. അപ്പോൾ പാകത്തിന് ഒന്ന് കടിക്കാൻ വേണ്ടി നമ്മളൊരു 1/2 ടീസ്പൂൺ വീണ്ടും ഉഴുന്നുപരിപ്പ് ആഡ് ചെയ്തു. ഉഴുന്നുപരിപ്പ് ഒന്ന് മൂത്ത് വരണം. അതായത് വരുള്ളൂ. മൂത്ത് വരാൻ മീൻസ് ഒരു റെഡിഷ് കളർ, ബ്രൗൺ കളറായിട്ട് വരും. റെഡിഷ് ബ്രൗൺ കളറായി വരട്ടെ, മൂക്കട്ടെ. മൂത്ത് വരുന്നുണ്ട്. അടുത്തത് നമ്മുടെ ഇഞ്ചിയാണ്, ചോപ്ഡ് ഇഞ്ചി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇഞ്ചി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇനി അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. അത് ഏകദേശം ഈ ബ്രൗൺ ആയ പരുവത്തിലേക്ക് ഇടണം. ഇതിൽ കൂടി കൂടുതലായി കഴിഞ്ഞാൽ വീണ്ടും കിടന്ന് ഇതിനകത്ത് ബ്രൗൺ ആയി കഴിഞ്ഞു. ഇടട്ടെ. അതൊരു ഏകദേശം 3/4 ഭാഗത്തുള്ളൂ. ഇഞ്ചി ഇട്ടപ്പോഴത്തേക്കും ആ ഒരു സ്മെല്ലും, പിന്നെ ഷെഫ് പറഞ്ഞ് പ്രത്യേകം ശ്രദ്ധിക്കണം, ആ ഒരു ഉഴുന്നുപരിപ്പ് ഒരു ബ്രൗൺ കളർ ആവാൻ ആ ഒരു സ്റ്റേജിൽ തന്നെ നമ്മൾ ഇഞ്ചി ആഡ് ചെയ്യണം. കാരണം ഇഞ്ചി ആഡ് ചെയ്ത് നമ്മൾ വീണ്ടും ഓയിലിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് ഉഴുന്നുപരിപ്പ് ഒന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം, നോക്കിയും കണ്ടൊക്കെ വേണം ഇഞ്ചി ഇടാൻ. പിന്നെ ഇഞ്ചി ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം, മേത്ത് ഇങ്ങനെ പൊട്ടി തിളച്ച് വീഴാതിരിക്കാൻ അല്ലേ. ആൻഡ് ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താ? നമ്മൾ വറ്റൽമുളക് പ്രത്യേക ടേസ്റ്റ് ആണല്ലേ. എന്ത് നമ്മൾ വറവലിടുകയാണെങ്കിലും ഈ വറ്റൽമുളകിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ. അതിൻ്റെ സ്മെല്ലും അല്ലെങ്കിൽ ആ ഒരു ഫ്ലേവറും ഒക്കെ ഒന്ന് ആ കറിയുടെ ടേസ്റ്റ് കൂട്ടും തീർച്ചയായിട്ടും. വറ്റൽമുളകാണ് നമ്മളിട്ട്. ആദ്യം നമ്മൾ കടുകിട്ടു, ആൻഡ് ദെൻ നമ്മൾ നെക്സ്റ്റ് ഇട്ടത് ഉഴുന്നുപരിപ്പാണ്. അതൊരു ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്കും നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചി ആഡ് ചെയ്തു. ഇഞ്ചിയും ഒന്ന് ബ്രൗൺ കളറായി ടേൺ ചെയ്തപ്പോഴത്തേക്കും വറ്റൽമുളക് കുറച്ച് പീസസ് വറ്റൽമുളക് നമ്മൾ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഇനി ഇതിലേക്ക് എന്താ ആഡ് ചെയ്യാൻ പോകുന്നത്? ഗ്രീൻ ചില്ലി. ഇത് നമ്മൾ സ്പൈസി ആക്കാൻ വേണ്ടി തന്നെയാണോ അതോ ഒരു ടേസ്റ്റിനും കൂടെ വേണ്ടിയിട്ടാണോ? ഓക്കെ, അപ്പം നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച ഗ്രീൻ ചില്ലി 1 സ്പൂൺ ഏകദേശം. ഓക്കെ, എത്ര ഇടണം? സ്വല്പം ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് ആ ഇഞ്ചിക്കകത്തേക്ക് ഫ്ലേവർ, ഉപ്പ് കയറി പിടിക്കുമ്പോൾ ഒരു ടേസ്റ്റ്. പച്ചക്ക് ഇഞ്ചി ഇരുന്നതും ഇച്ചിരി ഉപ്പിട്ട് തരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ ചില്ലിയാണ്. അത് നമുക്ക് എരിവിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബേസിക് ഇൻഗ്രീഡിയൻറ്റിൽ മുളക് പൊടി ഇട്ടതുകൊണ്ട് തന്നെ ഇത് നമുക്കൊരു 1/2 ടീസ്പൂൺ ചോപ്ഡ് ഗ്രീൻ ചില്ലി നമ്മൾ ആഡ് ചെയ്തു. കൂടുതൽ എരിവായാലും ടേസ്റ്റ് പ്രോബ്ലം ആയിരിക്കുമല്ലോ. കറി ലീവ്സ് എല്ലാ കറികളുടെയും ടേസ്റ്റ് കൂട്ടാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് കറിവേപ്പില. അത് ടേസ്റ്റ് മാത്രമല്ല, ഹെൽത്ത് വൈസും ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മൾ കറിവേപ്പില അടുത്തത് ആഡ് ചെയ്യാണ്. കുറച്ച് ലീവ്സ് പോയാൽ കറിവേപ്പില ആഡ് ചെയ്തു. ആ കറിവേപ്പില പ്യുവർ കോക്കനട്ട് ഓയിലിലേക്ക് വീഴുമ്പോൾ ഉള്ളൊരു സ്മെല്ലല്ലേ, അത് നമുക്ക് വിശപ്പില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഒന്ന് വിശപ്പൊക്കെ തോന്നിക്കും. വന്നു തുടങ്ങി, സ്മെല്ല് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ഒരു എല്ലാ മിക്സ്ചേഴ്സും ഒന്ന് ഡ്രൈ ആയി അല്ലെങ്കിൽ ഒന്ന് നന്നായിട്ട് എണ്ണയിൽ വറുത്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ നെയ്യ് ആഡ് ചെയ്തു. എന്തിനാ നെയ്യ് ആഡ് ചെയ്യുന്നത്? ഫ്ലേവറിന് വേണ്ടി. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും സദ്യകളിലൊക്കെ ടേസ്റ്റോട് കൂടി തന്നെ കഴിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ടേസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇല്ല, അപ്പോൾ കഴിക്കുന്ന സമയത്ത് നന്നായിട്ട് കഴിക്കണം. അതെ, അപ്പോൾ ആ പ്രിപ്പയർ ചെയ്ത് വെച്ച മിക്സ്ചർ നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്ത് വെച്ച ബേസിക് ഇൻഗ്രീഡിയൻസിലേക്ക്, അതായത് തിക്കായിട്ടുള്ള ആ ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ്. നമ്മുടെ നന്നായിട്ട് മിക്സ് ചെയ്യാം അല്ലേ. അതെ, അതിപ്പം തലേ ദിവസം ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഷെഫ് നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എത്ര ദിവസം മുന്നേ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നോ ആ ഓരോ ദിവസം കൂടുന്തോറും അതിൻ്റെ ടേസ്റ്റ് കൂടി വരും. കാരണം എല്ലാ സത്തും അതിൽ പിടിച്ച് നന്നായിട്ട് ഇരുന്ന് ടൈം എടുത്ത് അത് കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അതാണ് ഈ അച്ചാറിനും അതുപോലെ ഇഞ്ചിപ്പുളി അതുപോലെ തൊടുകറികൾക്കൊക്കെ ആ ടേസ്റ്റ് കൂടാനുള്ള കാരണം അത് തന്നെയാണ്. നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നമ്മുടെ ആ ഫൈനൽ
പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഫൈനൽ ആ ഒരു ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഇഞ്ചിപ്പുളി അല്ലെങ്കിൽ പുളി ഇഞ്ചി, പല നാട്ടിലും പല ഭാഷയാണെങ്കിലും കഴിക്കുന്നവർക്കെല്ലാം ഒരേ ഒരു ടേസ്റ്റാണ്. ടേസ്റ്റ് ആയിട്ടുള്ള ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ ചെറുതായിട്ട് ഒന്ന് സിമ്മിലിട്ട് വെച്ചിട്ട് ഒന്ന് ഒരു 5-10 മിനിറ്റും കൂടെ നമ്മളൊന്ന് ചൂടാക്കാൻ കൊടുക്കുക. കാരണം എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് അവർ തമ്മിൽ ഒരു കോംപ്രമൈസ് ഒക്കെ ആയി അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറഞ്ഞു തീർത്ത് നല്ല സെറ്റായിട്ട് ഇരിക്കട്ടെ. അപ്പോഴാണ് കഴിക്കുന്നവർക്കും ആ ഒരു ഫീൽ കിട്ടത്തുള്ളൂ. ഇപ്പം ഇതിൻ്റെ കളറേ ടോട്ടലി ചേഞ്ച് ആയി, ബ്ലാക്ക് കളറായി അല്ലേ. ഇതാണ് നമ്മളൊക്കെ, അതായത് അടുക്കള കാണാത്തവരൊക്കെ ഇലയിൽ മാത്രം വിളമ്പുമ്പോൾ ആ കാണുന്ന പുളിയിഞ്ചിയാണ് ഇത്. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പുളിയിഞ്ചി അതുപോലെ അച്ചാറൊക്കെ നമ്മൾ പ്രിസർവ് ചെയ്യുന്ന പാത്രത്തിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടാവണമെന്നുണ്ടോ? പാത്രം നല്ലോണം ക്ലീൻ ആയിരിക്കണം. അത് നല്ല ചൂടുവെള്ളത്തിലൊക്കെ കഴുകി എടുക്കാമെങ്കിൽ അത് നല്ലത്. സ്റ്റീൽ പാത്രം ആണെങ്കിൽ നമ്മൾ ചൂടാക്കിയിട്ട് എടുക്കണം. ചൂടാക്കി എടുത്ത പുറമെ ഒഴിക്കരുത്. പക്ഷെ കൂടുതലും ഈ പുളിയിഞ്ചി അല്ലെങ്കിൽ അച്ചാറൊക്കെ നമ്മൾ പൊട്ടുന്ന പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് കൂടുന്നു പറയുന്നത് ശരിയാണോ? ഭരണികളിലാണ് ഏറ്റവും കൂടുതൽ പ്രിസർവ് ചെയ്യേണ്ടത് അല്ലേ. നമ്മൾ കണ്ടിട്ടില്ലേ പഴയ വീടുകളിലൊക്കെ, നമുക്ക് തറവാടുകളിലൊക്കെ പോവുകയാണെങ്കിൽ കുറേ ഭരണികൾ ഉണ്ടാവും അല്ലേ. അവരതിനകത്ത് കുറേ അച്ചാറും തൈരും അതുപോലെ പുളിയിഞ്ചിയൊക്കെ പണ്ട് കാലം മുതൽക്കേ ഉണ്ടാക്കി പ്രിസർവ് ചെയ്ത് വെക്കുന്നതായിരിക്കും. പക്ഷെ ആ ഒരു പാത്രത്തിന്റെ ആണോ അതോ ഇനി കുറേ കാലമായിട്ട് വെച്ചിരുന്നതിന്റെ ആണോ എന്തെന്ന് അറിയില്ല. എന്തായാലും മണ്ണ് കൊണ്ടുണ്ടാക്കുന്നതാണല്ലോ എപ്പോഴും ഈ കളിമണ്ണ് കൊണ്ടുണ്ടാക്കുന്ന ഭരണികൾ, മറ്റേ മൺചട്ടികൾ, അതിലൊക്കെ ഉണ്ടാക്കുന്ന ഫുഡുകൾക്കായിരിക്കും കൂടുതൽ ടേസ്റ്റ്. സ്റ്റീലിന്റെ പാത്രങ്ങളിലോ നോൺസ്റ്റിക് പാനിലോ ഉണ്ടാക്കുന്നതിൽ അത്രയും ടേസ്റ്റ് വരത്തില്ല. അപ്പൊ അത് തന്നെ ഒരു മെയിൻ റീസൺ ആണ്. അതായത് മണ്ണിൽ നിന്ന് കൃഷി ഉണ്ടായി വരുന്ന അതിന് അല്ലേ. അതെ, ഹെൽത്തി ആയിട്ടുള്ള പ്രോഡക്ട്സിൽ നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് വേറെ ടേസ്റ്റ് തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും. മാറ്റാം. അങ്ങനെ നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. അത് ഇതേ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു വാഴയിലേക്ക് തന്നെ നമ്മൾ സെർവ് ചെയ്യാണ്. ഓക്കെ. അപ്പോൾ വിളമ്പിയെ അവിടെ ക്വാണ്ടിറ്റി കൊണ്ടത് വലുതായി, പക്ഷെ അവിടുന്ന് വേറെ ചലിക്കുന്നില്ല. കറക്റ്റ് ലെവലിൽ നിൽക്കുകയാണ്, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്ന രീതിയിൽ നിൽക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇത്രയും ഡെലീഷ്യസ് ആയിട്ടുള്ള ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ഈ പുളിഞ്ചി നമ്മൾ ടേസ്റ്റ് ചെയ്യണ്ടേ. പ്രത്യേകിച്ച് ഉത്രാട ദിനമൊക്കെ ആകുമ്പം ഞാനിങ്ങനെ വായിൽ വെള്ളം ഊറി നിൽക്കുമായിരുന്നു. എന്തായാലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളോട് പറയാം. ക്രൗൺ പ്ലാസയിലെ നമ്മുടെ ടിലോജി റെസ്റ്റോറൻറ്റിലെ ഷെഫ് എത്ര കിടില ഷെഫാണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ജസ്റ്റ് ഗിവ് മീ 1 minute. ചൂടുണ്ടാവും അല്ലേ? വണ്ടർഫുൾ. എൻ്റെ ഷെഫെ മധുരവും പുളിയും ഉപ്പും എല്ലാം കറക്റ്റ്. ഇത് എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ ആയിരിക്കും അല്ലേ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നത്. നമ്മളൊക്കെ ഉപ്പിട്ട് നോക്കി ഒന്ന് ടേസ്റ്റ് ചെയ്യും, മധുരം ഇട്ട് നോക്കി ഒന്ന് ടേസ്റ്റ് ചെയ്യും. ഇത് ഞാൻ നോക്കുമ്പോൾ ലൈക്ക് ഉപ്പിടുന്നു, മുളകിടുന്നു, മധുരം ഇടുന്നു, എന്നോട് ഇത്ര ഇടാൻ പറയുന്നു. അതിനൊരു ചിലപ്പോൾ അവരുടെ മനസ്സിലാക്കാൻ കണക്കൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. പക്ഷെ സ്റ്റിൽ ദിസ് ഡിഷ് ഈസ് ഡെലീഷ്യസ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും ഡെലീഷ്യസ് ആയിട്ടുള്ള ഈ ഒരു പുളിയിഞ്ചി ടേസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ഇവിടെ സദ്യ അവൈലബിൾ ആണ്. ക്രൗൺ പ്ലാസയിലുള്ള ടിലോജി റെസ്റ്റോറൻറ്റ് തന്നെയാണ് നിങ്ങൾ വരേണ്ടത്. ഇവിടെ ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ വന്നിട്ട് നമുക്ക് ഇതുപോലത്തെ സദ്യ ഓർഡർ ചെയ്ത് വാങ്ങി കഴിക്കുന്നുണ്ട്. ഷെഫിന് കുറേ ഫാൻസ് ഒക്കെ ഉണ്ടല്ലേ ഇവിടെ. കൂടുതൽ വർത്തമാനം പറഞ്ഞ് നിന്ന് ഉത്രാട ദിനത്തിന് ഞാൻ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആകാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം നമുക്കിനി ഒരു ഡിഷും കൂടെ ഉണ്ട് അല്ലേ. ആ ഡിഷ് നമുക്ക് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പേ നമുക്ക് എടുക്കാം ഒരു കുട്ടി ബ്രേക്ക് ആൻഡ് ദെൻ വിൽ ബി ബാക്ക് ടു യു. അപ്പോൾ നമ്മൾ രണ്ടാമതായിട്ട് ഉത്രാട ദിന സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത്, ഫുഡ് എന്ന് പറയാൻ പറ്റില്ല, അച്ചാറാണ് അല്ലേ. അച്ചാറാണ്, അത് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു അച്ചാറാണ്. ഇതിനെന്താ പറയാ? വടുകപ്പുളി എന്ന് പറയും. വടുകപ്പുളി അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അതെ, കല്യാണ സദ്യകളിലൊക്കെ നമുക്ക് ഇലയുടെ അറ്റത്ത് നമുക്ക് കാണാൻ പറ്റും അച്ചാറ്. സ്പെഷ്യലി ഈ വടുകപ്പുളി അച്ചാറാണ് നമ്മൾ കാണാറ് അല്ലേ. അധികം ഇതിപ്പോ ഉണ്ടാക്കുന്ന നമ്മള് ഒരു എരിവ് അധികം ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ട്. അതിൽ പച്ചമുളകും കാന്താരിമുളകാണ് യൂസ് ചെയ്യുന്നത്. മുളക് പൊടി നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇത് രണ്ടും യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. മുളക് പൊടി ഇട്ടിട്ടുണ്ടാകും. നമ്മൾ ഇപ്പോൾ മുളക് പൊടി ഇല്ലാത്തൊരു പിക്കിളാണ് ഉണ്ടാക്കുന്നത്, മഞ്ഞ കളർ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അതിന് നമ്മൾ ഇൻഗ്രീഡിയൻസ് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് കുറച്ചുണ്ട്, പിന്നെ നമ്മൾ കാന്താരിമുളക്, പിന്നെ ബാക്കിയുള്ള ബേസിക് ഇൻഗ്രീഡിയൻസ് എല്ലാം മഞ്ഞൾപ്പൊടി, കടുക്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഉലുവാപ്പൊടിയാണ്. ഓക്കെ. അപ്പം ആ ഒരു സംഭവങ്ങളൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അച്ചാർ ഉണ്ടാക്കുന്നത് പോലെ തന്നെയുള്ള. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഇതിലുണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം നമ്മുടെ പാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ചൂടാക്കാൻ വേണ്ടി. അതിനകത്തേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ നല്ലെണ്ണയാണ്.
പൊതുവെ നല്ലെണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കോക്കനട്ട് ഓയിലൊക്കെ അധികം വെച്ചിരിക്കാൻ പറ്റില്ല. ചീത്തയായി പോകും. നമുക്കറിയാം അച്ചാർ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ലൈക്ക് ഒരു 1 ഇയർ വരെയൊക്കെ വെച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അച്ചാർ എന്ന് പറയുന്നത്. അപ്പോൾ അച്ചാർ പ്രിസർവേറ്റീവ് ആയിട്ട് ഏറ്റവും കൂടുതൽ കാലം ഇരിക്കണമെങ്കിൽ ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് നല്ലെണ്ണയാണ്. വെളിച്ചെണ്ണ, എള്ളെണ്ണ, നല്ലെണ്ണ ഓർ എള്ളെണ്ണ ഏതായാലും കുഴപ്പമില്ല. പക്ഷെ വെളിച്ചെണ്ണയിൽ വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ കാലം അത് പ്രിസർവ് ചെയ്യാൻ പറ്റില്ല, കേടായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലെണ്ണ ഒഴിച്ചു, നല്ലെണ്ണ ചൂടായി. ഉലുവ നമ്മൾ ചൂടായിട്ടുള്ള നല്ലെണ്ണയിലേക്ക് ഉലുവ ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഒരു പ്രശ്നമാണ്. അതെ, ഏകദേശം 1/2 ടീസ്പൂൺ ഉലുവ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. കടുക്. ആ ഉലുവ ഒന്ന് മൂത്ത് വരുമ്പം അതിനൊരു സ്മെല്ല് വരും അല്ലേ, ഉലുവ മൂക്കുമ്പം. ആ മൂത്ത് വരുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കടുക് ഏകദേശം 1/2 സ്പൂൺ കടുക് ആഡ് ചെയ്യാണ്. അരമതിയില്ല, കടുക് ആഡ് ചെയ്തു. ഉണ്ടാക്കുന്ന കറിയുടെ കളർ ഏതാണ് നമ്മൾ ആദ്യമേ ഫൈനൽ സ്റ്റേജ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ആ രീതിയിൽ എത്തിപ്പെടാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് കടുകൊക്കെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ മഞ്ഞ അച്ചാറടിക്കുമ്പോഴത്തേക്ക് ഒരു കറുത്തൊരു ഫീലിങ്സ്. അപ്പൊ എടുക്കുന്ന സാധനങ്ങളുടെ എല്ലാം ഇൻഗ്രീഡിയൻസ് അതനുസരിച്ച് മാറ്റി ഇടാവുള്ളൂ. പിന്നെ അതുപോലെ സോട്ട് ചെയ്യണ ടൈമിംഗ് ഉണ്ട്. അപ്പൊ ഇതിപ്പോ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെളുത്തുള്ളി ഇടാം, ചോപ്പ് ചെയ്ത് വെച്ച് വെളുത്തുള്ളി. ഈ വെളുത്തുള്ളി നമ്മൾ കറികൾക്ക് എടുക്കുമ്പോഴത്തേക്ക് ഗോൾഡൻ കളർ ബ്രൗൺ ആകണം. അതെ, ഇതിനിപ്പോ അധികം ബ്രൗൺ ആക്കണ്ട. ബ്രൗൺ ആക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നതിന്റെ കളർ ഇതിന്റെ ബ്രൗൺ കളർ അതിനകത്ത് തന്നെയല്ലേ നടക്കുന്നത്. അപ്പൊ ഫൈനൽ സ്റ്റേജ് വരുമ്പോഴത്തേക്ക് കളർ ഇച്ചിരി ബ്രൗൺ ആയിട്ട്, അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന അച്ചാറിന്റെ കളർ ഇച്ചിരി ബ്രൗണിഷ് ആയിട്ടൊക്കെ വരും. അപ്പൊ എടുക്കുന്ന ഓരോ സാധനങ്ങളും അതനുസരിച്ച് വേണം. അതെ അതെ, അപ്പൊ നമ്മൾ വെളുത്തുള്ളി അധികം ഒരു ബ്രൗൺ ആക്കണ്ട, പാകത്തിനൊരു മീഡിയം ലെവലില് മൂപ്പിച്ചെടുത്താൽ മതി. ഇഞ്ചി ഇവിടെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇഞ്ചിയാണ് അടുത്തത് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇഞ്ചിയും ഏകദേശം ഒരു 1/2 മതിയോ? ഇഞ്ചി ഇങ്ങനെ നീളത്തിൽ തന്നെ അരിയണം എന്ന് നിർബന്ധമുണ്ട് അല്ലേ? അത് ഞാൻ കേട്ടിട്ടുണ്ട്. വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോൾ റൗണ്ടിൽ കട്ട് ചെയ്യുന്നതും നീളത്തിൽ കട്ട് ചെയ്യുന്നതും ഒക്കെ ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും. അതിന് അതുകൊണ്ട് ഈസി ആയിട്ട് നമ്മൾ ചെയ്തതാണ്. ഓക്കെ, ഇനി ഇതിലേക്ക് അടുത്തതായി പച്ചമുളക്. ഈ പച്ചമുളക് കുറച്ചിട്ടാൽ നമ്മൾ കുറച്ച് കാന്താരി മുളക് കൂടി കേട്ടിട്ടുണ്ട്. കാന്താരിയുടെ എരിവ് നമുക്കറിയാം എന്തൊരു എരിവായിരിക്കും. അതുകൊണ്ട് തന്നെ പച്ചമുളക് നമ്മൾ എടുത്തിട്ട് ഞങ്ങളൊരു ചെറുതായിട്ടൊന്ന് തുളയിട്ടിരിക്കും. ഓയിലിനകത്ത് പൊട്ടിത്തെറി. ഓക്കെ, അപ്പൊ ഓരോ കാന്താരി മുളകും ചെറുതായിട്ട് കീറി വെച്ചിട്ടുണ്ട്. കാരണം ഈ എണ്ണയിലത്ത് ഇരുന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. കാന്താരി മുളകും നമ്മൾ ഏകദേശം ഒരു 3-4 എണ്ണം ഇടാം അല്ലേ? അതിൽ കൂടുതൽ ഇടാം. ഓ, കുറച്ച് ഓറഞ്ചും ഗ്രീനും. ഓക്കെ, കാന്താരിയുടെ ഒരു സ്മെല്ല്. കാന്താരി മുളക് എന്ന് പറയുമ്പോൾ ആക്ച്വലി എനിക്ക് പേടിയാണ്. കാന്താരി മുളക് ഇട്ടു, കാന്താരി മുളകൊക്കെ വറ്റൽമുളക് നേരത്തെ പറഞ്ഞ കളർ മാറിപ്പോകും. അതുകൊണ്ട് ഇതിപ്പോ ഒരു ഗ്രീനും യെല്ലോയും വൈറ്റും ഒക്കെ കളർ ഉണ്ട്. അതിന്റെ കൂടെ നമ്മൾ റെഡ് ഇട്ടു. റെഡ് വറ്റൽമുളക് ഇട്ട് കഴിഞ്ഞിട്ട് കറിവേപ്പില, പാകത്തിന് കറിവേപ്പിലയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. കായം എത്ര? ഏകദേശം ഒരു ചെറിയ ടീസ്പൂണിന് 1 ടീസ്പൂൺ കായപ്പൊടി നമ്മൾ ആഡ് ചെയ്യാണ്. മതിയാവോ? മഞ്ഞൾപ്പൊടി അതൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. ഓക്കെ, അച്ചാറുകൾക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് വിനീഗർ. ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണ്. ഓക്കെ, ഓക്കെ, വിനാഗിരി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു അതിനകത്തേക്ക്. അതിന്റെ അളവ് എങ്ങനെയാണ് ഈ വിനേഗർ ആഡ് ചെയ്യുന്നതിന്റെ? ഏകദേശം കുറച്ചെടുക്കുക. നമുക്ക് പുളിയുള്ള സാധനമാണ് എടുത്തിരിക്കുന്നത്. അതെ, അപ്പൊ അതനുസരിച്ച് ഇതിൽ കുറച്ചെടുത്താൽ മതി, ഒരുപാട് കൂടുതൽ വേണ്ട. ഉപ്പ്. ഇതിപ്പോ നമ്മള് വൈകുന്നേരം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് കട്ട് ചെയ്തിട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടി തിരുമ്മി ഒന്നുകൂടി സോഫ്റ്റ് ആവുന്ന ടൈപ്പ്. ഇതിപ്പോ നമ്മളിവിടെ ഡയറക്റ്റ് അടിക്കുന്നുണ്ട്, ഉപ്പ് എല്ലാവരെയും പാകത്തിലിട്ട് കാണിക്കും. ഓക്കെ,
ഇപ്പോൾ ഷെഫ് പറഞ്ഞത് നമ്മൾ ഇത് ഓൾറെഡി കട്ട് ചെയ്ത് ഉച്ചയ്ക്കൊക്കെ വെക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ കുറച്ച് ഉപ്പിടുക, അതിന്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി ഇടുക, നന്നായിട്ട് മിക്സ് ചെയ്യുക, എന്നിട്ട് കുറച്ച് നേരം വെക്കുക. കുറച്ച് മഞ്ഞപ്പൊടി ഇടാവുള്ളൂ. ഇവിടെ ചെയ്യുന്നുണ്ടല്ലോ, മഞ്ഞപ്പൊടി കൂടുതലായാലും കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് അത് ഡാർക്ക് ആയിട്ട് വരും. അതെ, ഒരു മഞ്ഞ കളർ കൂടുതൽ വരും. അത് നമുക്ക് ഇഷ്ടപ്പെടില്ല, പ്രത്യേകിച്ച് ഈ ഒരു അച്ചാറിന്. അതുകൊണ്ട് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈവനിങ് ഒരു അച്ചാർ ഉണ്ടാക്കാനുള്ള ടൈം ആകുമ്പോഴത്തേക്കും ഇത് പ്രോപ്പറായിട്ട് സെറ്റായി നല്ല അസല് വടുകപ്പുളിയായിട്ട് വരും. ഓക്കെ, ഇതിപ്പോ ഞാൻ ഇതിനകത്ത് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യാണ്. പക്ഷേ ഇതെല്ലാം കൂടെ ഒന്ന് നല്ലോണം വെന്ത് പാകമായിട്ട് വരണം. ശരി, ഇപ്പൊ നമ്മളിപ്പം നോർമലായിട്ട് ചെയ്യണ ഇതിനകത്തേക്ക് തന്നെ കഷ്ണം ഇട്ടിട്ട് കുക്ക് ചെയ്യാം. ഗ്രേവി ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഓക്കെ, അപ്പോൾ വിനാഗിരി ഒഴിച്ച് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് കുറച്ചും കൂടി ഒന്ന് സൊല്യൂഷൻ ടൈപ്പ് ഓഫ് ആക്കണം എന്നുള്ളത് കൊണ്ട് ഷെഫ് കുറച്ച് വെള്ളം ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് ആ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് അതിനകത്തേക്കാണ് നമ്മൾ ബാക്കി കണ്ടൻസ് ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുന്നത് അല്ലേ? പിന്നെ ഇതിന് ഇപ്പൊ ഇച്ചിരി കയ്പുണ്ടാവും. ഇപ്പൊ നമ്മളിപ്പോ പെട്ടെന്ന് ഉണ്ടാക്കില്ല, നേരത്തെ ഇട്ട് വെക്കുകയാണെങ്കിൽ നമ്മളിപ്പം ഇച്ചിരി പഞ്ചസാര ചേർക്കുന്നുണ്ട്, ആ കയ്പൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മള് പിന്നെ ലോങ് ലൈഫ് മാസമുള്ള സൂക്ഷിച്ച് വെക്കണമെങ്കിൽ നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. പഞ്ചസാര കഴിക്കും തോറും മതിരിപ്പ് അപ്പൊ ഇതിപ്പോ നാളത്തേക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മളിപ്പോ ഇച്ചിരി പഞ്ചസാര അതിനകത്ത് ആഡ് ചെയ്യുന്നു. പിന്നെ അത് തന്നെയല്ല എല്ലാ സ്വാദിനകത്തും നവരസങ്ങൾ എന്നൊക്കെ പറയും, സ്വരങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ എല്ലാം എരിവ്, പുളിപ്പ്, കയ്പ്, ചവർപ്പ് ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് സാധനം. അപ്പൊ അതിൽ സ്വല്പം മധുരം നമ്മൾ ആഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഓണത്തിന് വേണ്ടി സ്പെഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അച്ചാറാണ്. ഇത് കുറച്ച് കാലത്തേക്ക് നമുക്ക് എടുത്തു വെക്കാനുള്ള ക്വാണ്ടിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. കാരണം കുറേ കാലം എടുത്തു വെക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഒരു കയ്പും ആ ചവർപ്പും ഒക്കെ മാറാൻ വേണ്ടിയിട്ടാണ് മധുരം ആഡ് ചെയ്യുന്നത്. പക്ഷേ നേരെ മറിച്ച് നമ്മൾ കുറേ കാലത്തേക്ക് ഒരു 6 monthsലേക്ക് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരിക്കലും ഷുഗർ ആഡ് ചെയ്യേണ്ടെന്നാണ് ഷെഫ് പറയുന്നത്. കാരണം ഇരിക്കും തോറും ആ ഒരു മധുരമൊക്കെ കയറി വന്ന് അച്ചാറിൻ്റെ ആ ഒരു ടാങ്കി ഫ്ലേവറിൽ നിന്ന് മാറി കുറച്ച് സ്വീറ്റ് ആയി പോകും. കുഴപ്പമില്ല, ഇറ്റ് ഡിപ്പെൻസ് ഓൺ യുവർ ഫ്ലേവർ. നിങ്ങൾക്ക് ഏത് ഫ്ലേവർ ആണോ ഇഷ്ടം അതനുസരിച്ചാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് ഷുഗർ ആഡ് ചെയ്തു. കാരണം ഇത് നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഓണത്തിന് വേണ്ടി മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അച്ചാറാണ്. അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നില്ല ഓണത്തിന് 2-3 ദിവസത്തിനുള്ളിൽ തീരുമെന്ന് തോന്നിയത്. ഉലുവപ്പൊടി നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് ഉലുവപ്പൊടി ഇപ്പോൾ ആഡ് ചെയ്യാണ്. ഏകദേശം ഒരു ഉലുവ പെട്ടെന്ന് കഴിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഉലുവപ്പൊടി ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയാം അല്ലേ? അപ്പോൾ ഉലുവപ്പൊടി നമ്മൾ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ആണ് ഇപ്പോൾ ഉലുവപ്പൊടി ആഡ് ചെയ്തത്. ഇവിടെ ഇരുന്ന് നമ്മൾ ചേർക്കേണ്ടത് ഏകദേശം അത് ഗ്രേവി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ ഗ്രേവി റെഡിയാക്കിയില്ലേലും ഇതിട്ടാലേ നമുക്ക് റെഡിയാക്കി എടുക്കാം. പക്ഷെ നമ്മളെ കോൺഫിഡൻസിൽ ഇതെല്ലാം റെഡിയാക്കി എടുത്ത ശേഷം നമ്മൾ ചെയ്യാം. ഇതിനൊപ്പം തന്നെ ഇതിനകത്ത് ജലാംശം ഉണ്ട്. അപ്പൊ കുറച്ചുകൂടി ഇത് ലൂസായിട്ട് വരും. അതുകൂടി ഒന്ന് നമ്മൾ ആ ലൂസിൽ ഇത് കുക്കാവും. ശരി, അങ്ങനെ നമ്മൾ ഫൈനലായിട്ട് നമ്മളുടെ അച്ചാർ ഉണ്ടാക്കുന്ന വടുകപ്പുളി ഈ ഒരു മിക്സ്ചറിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. അപ്പോൾ ഷെഫ് പറയണതെന്ന് വെച്ചാൽ ഓൾറെഡി ഈ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു ഫ്രൂട്ടിൽ അല്ലെങ്കിൽ ഈ ഒരു ഇതിനകത്ത് വാട്ടർ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വാട്ടർ കണ്ടന്റ് ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ആയിട്ട് നല്ല സൊല്യൂഷൻ ടൈപ്പ് ഓഫ് അച്ചാറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇത് ഏകദേശം ഒരു 5-10 മിനിറ്റ് എടുക്കും ഇതൊന്ന് വഴന്നിട്ട് അതുപോലെ ആ എണ്ണയൊക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് ബാക്കിയുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ആ സംഭവമൊക്കെ ആയിട്ടൊന്ന് പിടിക്കണ്ടേ, എന്നാലല്ലേ അച്ചാർ കഴിക്കുമ്പോൾ അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു 5 മിനിറ്റ് ഇത് വേവാൻ ടൈം കൊടുക്കാം. അപ്പോൾ തന്നെ നമുക്ക് ചോദിക്കാം ക്രൗൺ പ്ലാസയിലെ പുതിയ ഓണ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് ട്രിലോജി റെസ്റ്റോറൻറ്റിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഓണത്തിന് വേണ്ടി സ്പെഷ്യൽ റെസിപ്പി എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാം. അതിന് മുമ്പേ നമുക്ക് എടുക്കാം ഒരു കുട്ടി ബ്രേക്ക് ആൻഡ് ദെൻ വിൽ ബി ബാക്ക് ടു യു. അപ്പോൾ തന്നെ നമുക്ക് ചോദിക്കാം ക്രൗൺ പ്ലാസയിലെ പുതിയ ഓണ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് ട്രിലോജി റെസ്റ്റോറൻറ്റിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഓണത്തിന് വേണ്ടി സ്പെഷ്യൽ റെസിപ്പി എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാം. ഈ പ്രാവശ്യത്തെ ഓണത്തിന് കഴിഞ്ഞ ഓണം പോലെ തന്നെ നമ്മൾ സാധാരണ നമ്മുടെ ട്രഡീഷണൽ ഐറ്റംസ് ആണോ അതോ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ട്രഡീഷണൽ ഐറ്റംസ് ഉണ്ട്, അതിനകത്ത് ഇച്ചിരി ഫ്ലേവറുകൾ കയറുന്നുണ്ട്. ശരി, എക്സ്ട്രാ ഫ്ലേവർ. എല്ലായിടത്തും അവിയലുകൾ ഉണ്ടാവും, കാളനുകൾ ഉണ്ടാവാം. പക്ഷെ എവിടെ പേര് നമ്മളിപ്പോ ചെന്ന് കഴിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഈ അവിയൽ എങ്ങനത്തെയാണ്, എവിടുന്നാണ്, അതെന്താണ്, അത് മെമ്മറിയിൽ നമ്മൾ കിടക്കും. മനസ്സിലായി? അപ്പൊ ആ ഒരു ഗൃഹാതരത്വം ഉണർത്തണം, ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യണം. അത് എക്സ്പീരിയൻസിലൂടെയാണ് നമ്മുടെ മെമ്മറിയിൽ വരും. അപ്പൊ അതിന് വന്ന് കഴിച്ച് അതിൻ്റെ അടുത്ത് പോയി കഴിച്ചു, അത് ഉണ്ടാകണമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി എന്തെങ്കിലും അതിനകത്ത് കൂടി എക്സ്ട്രാ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മള്
സദ്യക്ക് വേറെ ഒരു പായസം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ പായസം വാഴപ്പൂ വെച്ചിട്ട്. വാഴപ്പൂ വെച്ചിട്ട് വാവ്, ദാറ്റ്സ് സ്പെഷ്യാലിറ്റി. വാഴപ്പൂ ഒക്കെ വെച്ചിട്ട് ഒരു പായസം എൻ്റെ അറിവിൽ ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ. സദ്യയിലുള്ള പാലട ഉണ്ട്, പരിപ്പും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ എക്സ്ട്രാ ഇതാണ് വാഴപ്പൂവും കരിക്കും കൂടി വെച്ചിട്ടുള്ള വാഴപ്പൂ ഇളനീർ പായസം എന്നാണ് പേര്. അത് ഞങ്ങളുടെ മെനുവിൽ നല്ലൊരു റണ്ണിങ് ആയിട്ടാണ്. അപ്പൊ ബാങ്കറ്റ് മെനുവിലൊക്കെ ഇട്ടിട്ട് അത് നല്ല ഒരു മൂവ്മെന്റ് ആണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. കരിക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയാലോ എത്ര ടേസ്റ്റി ആയിട്ടുള്ള സാധനം. വെച്ചിട്ട് നോക്കുമ്പോൾ എല്ലാവരും ഓർക്കും അതിനകത്ത് ഒരു ബിറ്റർ ടേസ്റ്റ് ഉണ്ടായില്ല, പക്ഷെ ആ സമയത്ത് അത് ഉണ്ടാകത്തില്ല. അതാണ് ടെക്നിക്ക്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അതായത് ഈ പായസം ഒക്കെ ഉണ്ടാക്കാൻ നമുക്ക് ഒരു 3-4 hours മിനിമം എടുക്കില്ലേ? തീർച്ചയായിട്ടും ഇല്ലേ? അപ്പം നമ്മള് തിരുവോണത്തിന്റെ അന്ന്, ഉത്രാടത്തിന്റെ അന്ന്, അപ്പം സത്യം പറഞ്ഞാൽ കിച്ചൺ ബിസി ആയിരിക്കും. കിച്ചൺ ബിസിയാണ്. ഈ തൊടുകറികളെല്ലാം നമ്മൾ തലേദിവസം ഒരു ഉച്ചയോട് കൂടി റെഡിയാക്കി ഒരു 7-8 മണിയോട് കൂടി തൊടുകറികളെല്ലാം മാറ്റും. അത് കഴിഞ്ഞിട്ടൊരു 2 മണിയോട് കൂടിയാണ് പായസത്തിന്റെ ഇടപാടുകൾ നോക്കുന്നത്. അപ്പൊ ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് പായസം ഒക്കെ റെഡിയായി മാറും. റെഡിയായിട്ട് വരും. ഇങ്ങനെ ഇവിടെ സെലിബ്രിറ്റീസ് ഒക്കെ ഓണസദ്യ ചോദിച്ചു വരാറുണ്ടോ? തീർച്ചയായിട്ടും വരാറുണ്ട്. ഇവിടെ മനോജ് കെജിനും ബാലേന്ദ്ര മേനോനും അവരൊക്കെ എപ്പോഴും ചോദിക്കുന്നുണ്ട്. ഇവിടെ സദ്യ കഴിക്കാനായിട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു ബി ഉണ്ണികൃഷ്ണൻ. ഓക്കെ. അപ്പോൾ ഒരുപാട് വിശിഷ്ട വ്യക്തികളൊക്കെ വന്ന് സദ്യ കഴിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ക്രൗൺ പ്ലാസ. അപ്പം ഇൻ കേസ് ഞാൻ നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി പറയുകയാണ്, ഇൻ കേസ് ആർക്കെങ്കിലും വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ട് ഓണസദ്യ മിസ് ചെയ്യാണ്, അല്ലെങ്കിൽ പാരൻസ് തിരക്കാണ്, അല്ലെങ്കിൽ അബ്രോഡാണ് ഓണസദ്യ കഴിക്കണം എന്നുണ്ടെങ്കിൽ ആരും മടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. യു ക്യാൻ കം ടു ക്രൗൺ പ്ലാസ. കാരണം ഇവിടെ ട്രിലോജി റെസ്റ്റോറൻറ്റിൽ നമുക്ക് ട്രഡീഷണൽ ആയിട്ട് നാവിന് ടേസ്റ്റ് തോന്നുന്ന നല്ല വിഭവങ്ങളൊക്കെ ഒരുക്കി തരാൻ വേണ്ടി ഷെഫും ഉണ്ട്, ബാക്കി എല്ലാവരും അസിസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു ഫ്ലേവർ മിസ്സാവാതെ, വീട്ടിലെ ടേസ്റ്റുള്ള ഫുഡിൻ്റെ ആ ഒരു ടേസ്റ്റ് മിസ്സാവാതെ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാം. സോ ഡോണ്ട് മിസ് ദ ചാൻസ്. ദാറ്റ്സ് അനദർ ബെനിഫിറ്റ്. അതായത് നിങ്ങൾക്ക് ഇവിടെ ഇൻ കേസ് ഓണമൊക്കെയാണ് പുറത്തിറങ്ങാൻ മടിയാണെന്നുണ്ടെങ്കിൽ പോലും ഇറ്റ്സ് നോട്ട് എ മാറ്റർ, ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. നിങ്ങൾക്ക് ഒരു ഫോൺ എടുക്കുക, ഫോൺ ചെയ്യുക, ക്രൗൺ പ്ലാസ ട്രിലോജി റെസ്റ്റോറൻറ്റിൽ ചോദിക്കുക, എന്നിട്ട് ഇത്ര നമ്പർ ഓഫ് സദ്യ എനിക്ക് വീട്ടിലെത്തിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പറഞ്ഞ ടൈമിനകത്ത് നിങ്ങൾക്ക് സദ്യ വീട്ടിലെത്തിയിരിക്കും. വീട്ടിൽ നല്ല വാഴയിലൊക്കെ ഇട്ടിരുന്ന് ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ആയിട്ട് സദ്യ ഉടൻ തയ്യാറായിക്കോളൂ. ഇൻ കേസ് വരാൻ മടിയുള്ള ആൾക്കാരാണെങ്കിൽ, അതെല്ലാം വന്ന് കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഇറ്റ്സ് മച്ച് ബെറ്റർ അല്ലേ? ഷെഫിനെയൊക്കെ ഒന്ന് കണ്ട് പരിചയപ്പെട്ട് അല്ലേ ഷെഫിനോട്. അപ്പം നമ്മുടെ ഈ ഒരു അച്ചാറിൻ്റെ ആ ഒരു നമ്മളിപ്പോൾ ഇട്ടില്ലേ വടുകപ്പുള്ളി, അതൊന്ന് വാഴൻ്റെ മിക്സായി വരുന്നുണ്ട്. ഓക്കെ. ഷെഫിൻ്റെ ഓർമ്മയിൽ അല്ലെങ്കിൽ ഇത്രയും കാലത്തെ വർക്ക് എക്സ്പീരിയൻസിൽ മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു ഓണം ഉണ്ടായിട്ടുണ്ടോ? അതായത് ആരെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് ആരെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പറയുകയൊക്കെ ചെയ്തിട്ടുള്ള ഓണം എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? മറക്കാൻ പറ്റാത്ത ഓണങ്ങളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഗസ്റ്റ് വന്ന ആദ്യത്തെ ഓണസദ്യ കഴിച്ചിട്ട് ശരി അവര് വീണ്ടും ബുക്ക് ചെയ്തു. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഓണം കഴിച്ച് ഞങ്ങൾക്ക് വേറെ കിട്ടിയിട്ടില്ല, ഞങ്ങൾ ഇത്രയും നല്ലൊരു മലയാളികൾ തന്നെയാണ്, ഇത്രയും നല്ലൊരു ഓണസദ്യ വേറെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് അവർ വീണ്ടും വീണ്ടും വരുന്നുണ്ട്. ഇത്തവണ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു സ്പെഷ്യൽ അപ്രീസിയേഷൻ ആണ്. കാരണം ഒരു പ്രാവശ്യം ഓണസദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും, കാരണം നമ്മൾ മലയാളികളുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഒരു സ്ഥലത്ത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത പ്രാവശ്യം വേറെ എവിടെയെങ്കിലും ട്രൈ ചെയ്യാനായിരിക്കും കൂടുതൽ താല്പര്യം ഉണ്ടാവുക. പക്ഷെ വീണ്ടും വീണ്ടും ഇവിടെ തന്നെ വന്ന് സദ്യ കഴിക്കാന്ന് പറയുകയാണെങ്കിൽ അത് എന്തായാലും ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയും ആ ഫുഡിന്റെ ടേസ്റ്റും ഒക്കെ തന്നെയാണ് അല്ലേ? അപ്പം ഇതല്ലേ പോലെ സദ്യയല്ലേ പോലെ പല ഗസ്റ്റുകൾ വിളിച്ചിട്ട് വരുന്നുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് ഇപ്പം വരാറുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ അതെന്തായാലും ഇവരെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം നല്ല രീതിയിൽ ഭക്ഷണം സെർവ് ചെയ്യാൻ പറ്റാന്ന് പറയുകയാണെങ്കിൽ അതൊരു നല്ല സർവീസാണ്, അതുപോലെ തന്നെ ഒരു പുണ്യപ്രവൃത്തി കൂടിയാണ്. തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ പിള്ളേരോട് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു വീട്ടിലെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ പിള്ളേർക്കോ കുട്ടികൾക്കോ കൂട്ടുകാർക്കോ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായാലും നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചോദിക്കുന്ന ചോദ്യം എവിടെ നല്ലൊരു ഹോസ്പിറ്റൽ, എവിടെ നല്ലൊരു ഡോക്ടർ ഉണ്ടെന്നുള്ള രീതിയിലാണ് അങ്ങോട്ടേക്ക് പോകുക എന്നുള്ളതാണ് ഇവരും. പിന്നെ എന്തുകൊണ്ട് നമ്മള് ഫുഡ് ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു സംക്രമിക രോഗം എന്ന് പറയുന്ന പോലെ ഒരു വിശപ്പെന്ന് പറയുന്നത് ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ഇതാണ്. തീർച്ചയായിട്ടും. അപ്പൊ അത് നമ്മള് നല്ലത് എവിടെ കൊടുത്തോ അവിടെ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യും. പത്താഴത്തി നല്ല നെല്ലുണ്ട് എലി വയനാട്ടിൽ നിന്ന് വരുമെന്ന് പറഞ്ഞ പോലെ എവിടെയാണെങ്കിലും നമ്മൾ തിരക്കി പോയി അടുത്ത് ചിക്കൻ ഫ്രൈ ഉണ്ട്, കോവള ചിക്കൻ ഫ്രൈ ഒക്കെ പേര് കേട്ടാ. അപ്പൊ നമ്മളാണെങ്കിലും അത് അന്വേഷിച്ചേ പോവുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ സ്പെഷ്യാലിറ്റി ഉള്ള ഓണസദ്യ കിട്ടുന്ന സ്ഥലം തന്നെയാണ് ക്രൗൺ പ്ലാസയിലെ ട്രിലോജി റെസ്റ്റോറൻറ്റ്. അപ്പം നിങ്ങളുടെ ഒന്നും ആ ഒരു എക്സ്പെക്ടേഷന് ഒരു തരി പോലും നെഗറ്റീവ് ഇല്ലാതെ നമ്മുടെ ഷെഫ് പ്രിപ്പയർ ചെയ്ത് തരാൻ 100% കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നു ആ പുളിയിഞ്ചി ഉണ്ടാക്കിയ സ്പീഡും അത് ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്കുണ്ടായ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾ കണ്ടതല്ലേ. ഇനിയിപ്പോൾ അടുത്ത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്ന അച്ചാറാണ്, ഓണം സ്പെഷ്യൽ അല്ലെങ്കിൽ ഉത്രാടം സ്പെഷ്യൽ അച്ചാറാണ്. നോക്കട്ടെ എങ്ങനെ ഉണ്ടാവുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉപ്പ് മാത്രമേ ഇച്ചിരി ആഡ് ചെയ്യേണ്ടതുള്ളൂ, ബാക്കി ഓക്കെ. അല്ല ഷെഫേ, ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും നാളെ ഓണത്തിന് തിരുവോണത്തിനൊന്ന് ഞാനും സദ്യ കഴിക്കാൻ ഇവിടെ ഉണ്ടാവുമെന്ന് തോന്നുന്നത്. മിക്സായി
വെള്ളം എല്ലാം പറ്റി നമ്മൾ ചേർത്ത വിനീഗർ അത് വറ്റി അതിനകത്ത് ചേർക്കണം. അല്ല ഇപ്പൊ അതിന്റെ ചവർപ്പും പോയിട്ടുണ്ടാവും. ഓക്കെ. പിന്നെ നമ്മളിത് അധിക നേരം ഇത് കുക്കാക്കണ്ട. ശരി. ഒരുപാട് ഇട്ട് കഴിയുമ്പോൾ ഇതിന്റെ ചവർപ്പ് ടേസ്റ്റ് ഒക്കെ വരും. ഇതിപ്പോ ഓൾറെഡി ഒന്ന് ആവി കയറിയ വേവാവുന്ന കേസ് ഇട്ടേ ഉള്ളൂ. ശരി. പിക്കിള് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വടുകപ്പുളി അച്ചാർ ഏകദേശം പാകമായി ഫൈനൽ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു അല്ലേ? തീർന്നു തന്നെ പറയാം. പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നല്ലൊരു സെർവിങ് ഡിഷിലേക്ക് അതെടുത്ത് നമുക്ക് അതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത് ആക്ച്വലി ഈ സെർവിങ് ബൗളിലേക്ക് അല്ലെങ്കിൽ ഈ പാത്രത്തിലേക്ക് സെർവ് ചെയ്തപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിന്റെ മണം കേട്ടിട്ട് തന്നെ വായിൽ വെള്ളം വന്നു എന്നാ പറയാം. കാരണം ആ ഒരു പുളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കാന്താരി അതെല്ലാം അല്ലേ, അത് എന്താണെങ്കിലും അതിന്റെ ആ മണം കേട്ടപ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ വായിൽ വെള്ളം വന്നു. ആ ഒരു ടാങ്കി ഫ്ലേവർ എനിക്ക് ഇവിടെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനത് കഴിച്ചു നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. അച്ചാറും ചൂടുണ്ടാവുമല്ലേ ഇതും കുറച്ച്. ഇതാണ് അച്ചാർ. ഷെഫേ കിടിലൻ, സൂപ്പറായിട്ടുണ്ട്. പുളിയുണ്ട്, എരിവുണ്ട്, ഉപ്പ് പാകം എല്ലാം പാകമാണ്. പിന്നെ ആ നേരത്തെ ഇട്ട ഷുഗറില്ലേ, എനിക്ക് സംശയമായിരുന്നു ഈ പുളിയിലും ആ ഷുഗറിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുമെന്ന്. പക്ഷെ ആ ഒരു മധുരം കൂടി ഉള്ളതുകൊണ്ട് ചവർപ്പും പുളിയും എല്ലാം പാകത്തിന് മിക്സായി കറക്റ്റ് വടുകപ്പുളി അച്ചാറായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. സദ്യയുടെ കൂടെ ഇങ്ങനെ കൂട്ടി കഴിച്ചാൽ മതി അല്ലേ? ഒരു പിടി ചോറ് നമ്മൾ എക്സ്ട്രാ ഉണ്ടോളൂ എന്തായാലും. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഷെഫ്. ഇത്ര നല്ലതായിട്ടുള്ള 2 ഉത്രാട സ്പെഷ്യൽ ഡിഷ് പ്രിപ്പയർ ചെയ്തതിന് സ്പെഷ്യൽ താങ്ക്സ് പറയണം. സോ ആരും മിസ് ചെയ്യേണ്ട. തീർച്ചയായിട്ടും സദ്യ ഉണ്ണാൻ കൊതിയുള്ളവരും വീട്ടിൽ പറ്റാത്തവരും തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യുക. ക്രൗൺ പ്ലാസയിലെ ട്രിലോജി റെസ്റ്റോറൻറ്റിലാണ് നല്ല കിടിലൻ സദ്യ. അതെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്യാം. വീട്ടിൽ ട്രൈ ചെയ്യാൻ ഇപ്പോൾ ഓണമൊക്കെയാണ്, അതുകൊണ്ട് ഇനിയിപ്പം ഒന്ന് പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കണം എന്നുള്ളതാണെങ്കിൽ ഇവിടെ വന്ന് കഴിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് കഴിക്കാം. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ റെസിപ്പീസ് എന്തൊക്കെയാണ്, ഇൻഗ്രീഡിയൻസ് എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലായി കാണും. അപ്പോൾ ഇതൊക്കെയാണ് കൂടുതൽ പറയാനുള്ളത്. അപ്പോൾ ഞാനും ഷെഫും ചേർന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ഉത്രാട ദിനം ആശംസിക്കുകയാണ്. സദ്യയൊക്കെ ഉണ്ട്, സന്തോഷമായിട്ടിരിക്കുക. നാളെ തിരുവോണത്തിന് നല്ല അടിപൊളി സദ്യ വീണ്ടും ഉണ്ണാൻ നിങ്ങളെല്ലാവരും ക്രൗൺ പ്ലാസയിൽ എത്തണം എന്ന് ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യാണ്. സോ വൺസ് അഗെയിൻ വിഷിംഗ് യു ഓൾ എ വെരി ഹാപ്പി ഉത്രാടം. താങ്ക് യു സോ മച്ച്.